താങ്ക് യു ഒരു സാധാരണ ലളിതമായ വാക്ക് അല്ലേ? ഇന്നത്തെ നമ്മൾ വായിക്കുന്ന അധ്യായത്തിൻ്റെ പേര് താങ്ക് യു എന്നാണ്. ജപ്പാനിൽ പഠിച്ച് ജാപ്പനീസ് സ്കൂളിൽ പഠിച്ച് ജപ്പാൻ കുട്ടിയായ നമ്മുടെ ടോട്ടോച്ചാന് ഒരു പുതിയ വാക്കാണ് താങ്ക് യു. ഒരു പുതിയ ഭാഷയിലെ പുതിയ വാക്ക്. ഇംഗ്ലീഷ് എന്ന ഭാഷ അവളുടെ ജീവിതത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാലമാണ്. താങ്ക് യു എന്ന ഈ അധ്യായത്തിന് പേര് വരുന്ന എന്താണ് എന്ന് നമുക്ക് കേൾക്കാം. പുതുവർഷത്തിലെ ഒഴിവ് കാലം വന്നെത്തി. ടോമഗക്വാനിൽ ഇത്തവണ വേനലവധിക്ക് മുൻ വർഷത്തിൽ പതിവുള്ളതുപോലെ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ ഒത്തുചേർന്നില്ല. അവധിക്കാലം മുഴുവനായും കുഞ്ഞുങ്ങൾ അവനവന്റെ അച്ഛനമ്മമാർക്കൊപ്പം ആഘോഷിച്ചു. ഞാൻ കിയൂഷുവിലെ എൻ്റെ അപ്പൂപ്പന്റെ അടുത്തായിരിക്കും പുതുവർഷത്തില്, മിഗിത എല്ലാവരോടും പറഞ്ഞു നടന്നു. ശാസ്ത്ര പരീക്ഷണങ്ങളിൽ കമ്പം കയറി നടന്ന കുട്ടിയായ തായ്ച്ചാന് ആഗ്രഹം മറ്റൊന്നായിരുന്നു. ഞാന് വെല്ലിയേട്ടനൊപ്പം ഫിസിക്സ് ലബോറട്ടറി കാണാൻ പോവാണ്. കാത്തിരുന്ന് ആ യാത്രയെക്കുറിച്ച് അവൻ എത്ര പറഞ്ഞിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. മനക്കോട്ടകളാണ്. ടാറ്റാ, ഇനി നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ കാണാം കേട്ടോ. പരസ്പരം യാത്ര ചോദിച്ച് കെട്ടിപ്പിടിച്ച് തങ്ങളുടെ പദ്ധതികളൊക്കെ മറ്റുള്ളവർക്ക് അല്പം പൊടിപ്പുന്തെങ്കിലും ഒക്കെ വിശദീകരിച്ചു കൊടുത്ത് കുട്ടികളെല്ലാവരും പിരിഞ്ഞു. നമ്മുടെ കൊച്ചു ടോട്ടോയുടെ അവധിക്കാല എൻഗേജ്മെന്റ് സ്കീയിങ് ആയിരുന്നു. അച്ഛനോടും അമ്മയോടും ഒപ്പം അവൾ ഓർക്കസ്ട്രയിലെ കണ്ടക്ടറും ചെല്ലോ വായിക്കുന്ന ആളുമായ അച്ഛന്റെ സുഹൃത്ത് ഹിദിയോ സെയ്തോയ്ക്ക് ഷീഗ എന്ന മലമ്പ്രദേശത്ത് മനോഹരമായ ഒരു വീടുണ്ട്. അവിടേക്ക് നമ്മുടെ ടോട്ടോച്ചൻ അച്ഛനും അമ്മയും ഒപ്പം യാത്രയായി. എല്ലാ ശിശിരത്തിലും അവർ അവിടെ പോയി കുറച്ച് ദിവസങ്ങൾ താമസിക്കുക എന്നത് ഒരു പതിവായിരുന്നു. കിൻഡർ ഗാർട്ടൻ ക്ലാസ്സിലായിരിക്കുമ്പോൾ തൊട്ടേ ടോട്ടോച്ചൻ സ്കീയിങ് പരിശീലിച്ചു തുടങ്ങിയിരുന്നു. കുതിരകൾ വലിക്കുന്ന ഹിമശകടത്തിൽ കയറിയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്കീയിങ്ങിന് വേണ്ടിയുള്ള മലയോര കേന്ദ്രത്തിലേക്ക് പോകേണ്ടത്. മനോഹരമായ പ്രദേശമാണ് അവിടം. വെളുവെളുത്ത ഹിമപ്പരപ്പ്. സ്കീ ലിഫ്റ്റിനോ മറ്റെന്തിനെങ്കിലുമോ ക്ഷതമേൽപ്പിക്കാനാവാത്ത വിധം ഉറപ്പുള്ള ഭൂപ്രകൃതിയാണ്. ചെരിഞ്ഞ പ്രതലത്തിൽ അവിടെ മരക്കുറ്റികൾ ഉണ്ടാവും എന്നൊരു ചെറിയ പ്രശ്നമുണ്ട്. അവിടെ ടോട്ടോയുടെ അച്ഛന്റെ സുഹൃത്ത് സെയ്തോയ്ക്കുള്ളതുപോലെ ഒരു വീട് സ്വന്തമായിട്ടില്ലാത്തവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ അവിടെ ചെല്ലുമ്പോൾ താമസിക്കാനായി ജാപ്പനീസ് മട്ടിലുള്ള ഒരു സത്രവും വിദേശ സഞ്ചാരികൾക്ക് താമസിക്കാനായി പാശ്ചാത്യ രീതിയിലുള്ള മറ്റൊരു ഹോട്ടലും ഉണ്ടായിരുന്നു. അതുമാത്രമാണ് അവിടുത്തെ പുറത്തുനിന്ന് വരുന്നവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം എന്ന് അമ്മ ടോട്ടോയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ധാരാളം വിദേശികൾ ഇതൊക്കെയാണെങ്കിലും അവിടെ എത്താറുണ്ട്. സൗകര്യങ്ങളൊക്കെ എത്ര കുറവാണെങ്കിലും വിദേശികൾ ആ മലമ്പ്രദേശത്ത് എത്താനുള്ള കാരണം അവിടുത്തെ പ്രകൃതി മനോഹരമായ ഭൂപ്രകൃതിയും സ്കീയിങ്ങിനുള്ള സൗകര്യങ്ങളുമാണ്. ടോട്ടോച്ചാനെ സംബന്ധിച്ചാണെങ്കിൽ ഈ വർഷം മുൻ വർഷത്തേക്കാൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ അവൾ എലമെന്ററി സ്കൂളിലെ 1ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനിയാണെന്ന് മാത്രമല്ല, അല്പമൊക്കെ ഇംഗ്ലീഷിന്റെ കഷ്ണങ്ങൾ അവൾക്കിപ്പോൾ അറിയാം. എന്തെങ്കിലും ആരെങ്കിലും ചെയ്തു തന്നാൽ അല്ലെങ്കിൽ സംസാരിച്ചു കഴിയുമ്പോൾ താങ്ക് യു പറയേണ്ടത് എങ്ങനെയാണ് എന്ന് അച്ഛൻ അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ടോട്ടോയ്ക്ക് അല്പം ഒരു അഭിമാനവും ഉണ്ട്. സ്കീയിങ്ങിന് വരുന്ന വിദേശികൾ വളരെ പേരുണ്ടാവും. നമുക്കറിയാമല്ലോ, ഇങ്ങനെയുള്ള വിനോദങ്ങളിലൊക്കെ വിദേശ യൂറോപ്യൻ സഞ്ചാരികൾക്ക് വലിയ താല്പര്യമാണ്. ഹിമപ്പരപ്പില് സ്കീ അണിഞ്ഞു നിൽക്കുന്ന നമ്മുടെ കൊച്ചു ടോട്ടോ അവളെ കടന്നു പോകുമ്പോൾ വിദേശികളൊക്കെ എന്തെങ്കിലും ഒരു കളിവാക്ക്, ചിലപ്പോൾ ഒരു ഹലോ അല്ലെങ്കിൽ ഹായ് സുന്ദരിക്കുട്ടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാറുണ്ട്. ഇന്ന് മിടുക്കിയായിട്ടുണ്ടല്ലോ എന്നാവും ചിലർ പറയുക. എന്താണെങ്കിലും അവർ പറയുന്നത് ടോട്ടോച്ചാന് മനസ്സിലാവാറില്ല. മനസ്സിലായി തന്നെ തിരിച്ചവരോട് എന്തു പറയണം എന്നത് ടോട്ടോയ്ക്ക് ഇത്ര നാളും അറിയുമായിരുന്നില്ല. കാരണം അവളൊരു ചെറിയ കുട്ടിയായിരുന്നു. എന്നാൽ ഈ വർഷം ടോട്ടോ സ്കീയിങ്ങിന് എത്തിയപ്പോൾ അവൾ 1ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനിയാണ്. പോരെങ്കിൽ അല്പസ്വല്പം മുറി ഇംഗ്ലീഷൊക്കെ അറിയുകയും ചെയ്യാം. ഇത്തവണ ആര് അവളോട് എന്തെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ ഒരു പ്രത്യേക ശൈലിയിൽ തലയാട്ടിക്കൊണ്ട് അവൾ പ്രതിവചിക്കും, താങ്ക് യു. അതോടെ വിദേശീയരിൽ നിന്ന് കൂടുതൽ പുഞ്ചിരികളും കൂടുതൽ കളിവാക്കുകളും അവൾക്ക് ലഭിച്ചു തുടങ്ങി. അവരുമായി അല്പസ്വല്പമൊക്കെ കുശലപ്രശ്നം നടത്താൻ ടോട്ടോ തുടങ്ങി. ചിലപ്പോൾ ഒരു സ്ത്രീ അവളെ വാരിയെടുത്ത് പൊക്കി മുകളിലേക്ക് വെച്ചിട്ട് താഴെ വെക്കും. മറ്റൊരാൾ അവളുടെ കവിളിലൊരു ഉമ്മ വയ്ക്കും. മറ്റു ചിലപ്പോൾ ഒരു സുന്ദര പുരുഷനായിരിക്കും അവളെ കടന്നു പോകുന്നതിനിടയിൽ ഒന്ന് നിന്ന് അവളെ ഒന്ന് കെട്ടിപ്പിടിക്കും. ആരെന്ത് ചെയ്താലും ടോട്ടോ പറയുക താങ്ക് യു.
നല്ലവരായ ചങ്ങാതിമാരെ കിട്ടുക എന്ത് രസകരമായ ഏർപ്പാടാണ്, ടോട്ടോ വിചാരിച്ചു. അങ്ങനെ ടോട്ടോ തന്റെ അല്പസ്വല്പം മുറി ഇംഗ്ലീഷും താങ്ക് യു പറച്ചിലുകളും ഒക്കെയായി അവളുടെ അവധിക്കാലം രസകരമായി ചെലവഴിക്കുകയാണ്. ഒരു ദിവസം നല്ല സുമുഖനായ ഒരു യുവ സന്ദർശകൻ ടോട്ടോച്ചാന്റെ അടുക്കലേക്ക് വന്നു. വാക്കുകൾ പറയുന്നതിൽ കൂടുതൽ ആംഗ്യം കാണിച്ച് അംഗവിക്ഷേപങ്ങൾ വഴി അവളെ അയാൾ ക്ഷണിച്ചു. സുന്ദരിക്കുട്ടി, എന്റെ സ്കീസിന്റെ മുമ്പിലിരുന്ന് അല്പദൂരം സഞ്ചരിക്കാൻ വരുന്നുണ്ടോ? അവൾ അച്ഛനെ നോക്കി. അച്ഛനും അമ്മയും അവൾക്ക് അനുവാദം കൊടുത്തു. താങ്ക് യു, പതിവ് പോലെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ടോട്ടോച്ചാൻ പറഞ്ഞു. അയാൾ സ്കീകൾ അടുപ്പിച്ചു വെച്ച് അവളെ കാലുകൾക്കിടയിലിരുത്തി. ചെറിയ കുട്ടിയാണല്ലോ, അവൾ കാൽമുട്ടുകൾ ഒതുക്കി പിടിച്ച് പറ്റിച്ചേർന്നിരുന്നു. ഷീഗ മലമ്പ്രദേശത്ത് നീണ്ടു പരന്നു കിടക്കുന്ന മഞ്ഞിൻ ചെരുവിന്റെ ഭംഗിയിലൂടെ കൊച്ചു ടോട്ടോയെയും കൊണ്ട് അയാൾ തെന്നി നീങ്ങി. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഒരു ഒത്ത പുരുഷൻ ആ മലമ്പ്രദേശത്തും, ഇത്ര ഭംഗിയുള്ള മലമ്പ്രദേശത്ത് മഞ്ഞിന്റെ മുകളിലൂടെ സ്കീസിന്റെ മുമ്പിൽ ഒരു പാറ്റാക്കുഞ്ഞിനെ പോലെ പറ്റിയിരിക്കുന്ന നമ്മുടെ ടോട്ടോ. കാറ്റിന്റെ കൈകളിൽ എന്ന പോലെ അയാൾ തെന്നി നീങ്ങി. വായു ടോട്ടോയുടെ കാതുകളിൽ വന്ന് അലച്ച് ചൂളം കുത്താൻ തുടങ്ങി. മുന്നോട്ട് മറിഞ്ഞു പോകാതിരിക്കാനായി അവൾക്കും അല്പം ഭയം തോന്നി. ഇതിനിടയിൽ കൂടി അവൾ തെന്നി താഴെ പോകുമോ എന്ന്. മുന്നോട്ട് മറിഞ്ഞു പോകാതിരിക്കാനായി അവൾ കാൽമുട്ടുകൾ ഇറുക്കി പിടിച്ച് കൂടിയിരുന്നു. നെഞ്ചിടിപ്പിന്റെ വേഗം വല്ലാതെ വർദ്ധിച്ചുവെങ്കിലും ഹരം പിടിപ്പിക്കുന്നതായിരുന്നു ആ യാത്ര. അവർ അവസാനിപ്പിച്ചതും കണ്ടു നിന്നവരാകെ കൈയടിച്ച് ടോട്ടോയെയും ആ യുവാവിനെയും അനുമോദിച്ചു. സ്കീയിൽ നിന്നിറങ്ങി കാണികളുടെ നേരെ തിരിഞ്ഞ് യാതൊരു ഭയവുമില്ലാതെ അത്ര സമയം ഇരുന്ന ഒരു കുട്ടിയെ പോലെ ടോട്ടോ കുനിഞ്ഞ് താങ്ക് യു. അവൾ കാണികളെയൊക്കെ നോക്കി വന്ദിച്ചു. കൂടുതൽ ഉച്ചത്തിലായി അപ്പോൾ കരഘോഷം. ഷ്നീഡർ എന്നായിരുന്നു ആ യുവസുന്ദരന്റെ പേര്. വെള്ളി കൊണ്ടുള്ള സ്കീ പോളുകളിൽ തെന്നി നീങ്ങുന്ന ആ ചെറുപ്പക്കാരൻ ലോക പ്രസിദ്ധനായ ഒരു സ്കീയറാണെന്ന് അവൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പിന്നെയും കാലം കുറേ കഴിയേണ്ടി വന്നു. എങ്കിലും അന്നേ ദിവസം അവൾക്ക് അയാളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. എന്തായിരുന്നു അവളുടെ ആ ഇഷ്ടത്തിന് കാരണം? മലഞ്ചെരുവിലെ സാഹസികമായ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ഇരുവരെയും കാണികൾ കൈയടിച്ച് അഭിനന്ദിച്ചപ്പോൾ മഞ്ഞിൻ പരപ്പിൽ കുന്തിച്ചിരുന്ന് കൊച്ചു ടോട്ടോയുടെ കൈ പിടിച്ചുയർത്തി ഒരു സുപ്രധാന വ്യക്തിയോടെന്നോണം അയാൾ പറഞ്ഞു, താങ്ക് യു. കൊച്ചു കുട്ടിയായിട്ടല്ല, ആദരണീയായ ഒരു വനിതയായാണ് അയാൾ അവളെ കണക്കാക്കിയത്. അഭിനന്ദിക്കാനായി അയാൾ കുനിഞ്ഞപ്പോൾ അവളുടെ ഹൃദയം മന്ത്രിച്ചു. എന്ത് നല്ല ആളാണ്, എത്ര നല്ല മനുഷ്യരാണ്. അയാൾക്കപ്പുറം വിദൂരങ്ങളിൽ ഹിമഭൂമികൾ നീണ്ടു പരന്നു കിടന്നു. അനശ്വരമെന്നോണം, അവിസ്മരണീയമെന്നോണം ആ ദിനം നമ്മുടെ കൊച്ചു ടോട്ടോയുടെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞില്ല.